ഒരു ചീട്ട് കളിക്കുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ തവണ തോൽക്കുമ്പോൾ മൂന്നാമത്തെ തവണ ജയിക്കണം എന്നുള്ളൊരു തോന്നലില്ലേ? അല്ലെങ്കിൽ ഒരു ഡൈസ് എറിയുമ്പോൾ 6 കിട്ടണം എന്ന് പ്രതീക്ഷയോടെ നമ്മൾ എറിയുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ തവണ കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ തവണ കിട്ടുന്നുള്ളൊരു തോന്നലില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തേക്ക് C ആണ് ഉത്തരം എന്ന് അറിഞ്ഞിട്ടും നാലാമത്തെ C ആകുമോ എന്നൊരു ഡൗട്ടില്ലേ? ഇതിനെയാണ് ഗാംബ്ലേഴ്സ് ഫാൻറ്റസി എന്ന് പറയാം. നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി ട്രാപ്പ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് 14 മൈൻഡ് ട്രാപ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് കൊഗ്നിറ്റീവ് ഡിസൊണൻസ്. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർവ്യൂവിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഓ പോട്ടെ, കിട്ടാഞ്ഞത് നന്നായി, അടുത്തതിനെങ്ങാനും നോക്കാം. അല്ലെങ്കിൽ ഒരു എക്സാം എഴുതിയിട്ട് ഫെയിൽ ആവാൻ നിങ്ങൾ പറയും, ഓ ഇത് മെയിൻ എക്സാം അല്ലല്ലോ, മെയിൻ എക്സാമിന് നോക്കാം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു തോട്ടിൽ ട്രാപ്പായി പോവുകയാണ്. ഇതിനെയാണ് കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പോട്ട്ലൈറ്റ് എഫക്റ്റ്. നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോവുകയാണ്, നമ്മൾ കുറച്ച് മസിൽ ഗെയിൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശമെന്ന് വിചാരിച്ച് ജിമ്മിൽ പോയി. പക്ഷെ നമുക്ക് അപ്പം നമ്മളുടെ ഷർട്ട് എങ്ങാനും ഊരുമ്പോഴോ ഒരു നാണം തോന്നാറില്ലേ? അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ വരാറില്ലേ? ചിലപ്പം ആ ആൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു തോട്ട് നമ്മളുടെ മൈൻഡിൽ ട്രാപ്പായി കിടക്കും. അതിനെയാണ് സ്പോട്ട്ലൈറ്റ് എഫക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അയൺ ചെയ്യാതെ ഒരു ഡ്രസ്സ് ഇട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഉത്തരം പറയാതെ നിൽക്കുമ്പോഴോ ഒക്കെ നമുക്കൊരു തോന്നലില്ലേ, ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പലപ്പോഴും പല കുട്ടികളും ആൻസർ അറിഞ്ഞിട്ടും ആൻസർ പറയാൻ പേടിച്ചിട്ട് ആൾക്കാർ എന്താ വിചാരിക്കുക, തെറ്റിപ്പോകുമോ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരാറില്ലേ? നെക്സ്റ്റ് പോയിന്റ് ആണ് ആങ്കറിങ് എഫക്റ്റ്. നിങ്ങളിപ്പോൾ ഒരു കാറ് വാങ്ങാൻ പോകും, ഭയങ്കര ലക്ഷറി കാറ് വാങ്ങാൻ പോയി. അപ്പോൾ അവിടെയുള്ള സെയിൽസ്മാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റിന് കവർ ഇടാം എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് ശരിക്കും നിങ്ങൾക്കത് വേണോ എന്ന് ആലോചിക്കാറുണ്ടോ? ആ സെയിൽസ്മാൻ്റെ ഒരു വാചകത്തിൽ നമ്മൾ ട്രാപ്പായി പോകും. അവിടെ ശരിക്കും നിങ്ങൾക്ക് ആലോചിക്കാം, നിങ്ങളുടെ കാറിന് ശരിക്കും ഒരു സീറ്റ് കവർ വേണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പം ഇതും ഒരു മൈൻഡ് ട്രാപ്പാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹാലോ എഫക്റ്റ്. ഇപ്പോൾ ഒരാൾ പറയാണ് നമ്മളോട്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് തീരെ ബുദ്ധിയില്ല. വേറൊരാൾ പറയാണ്, നിനക്ക് തീരെ ബുദ്ധിയില്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. രണ്ടിലും വ്യത്യാസമുണ്ട് അല്ലേ? നമുക്ക് ഈ രണ്ടാമത് പറഞ്ഞതിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതാണ് നമ്മളുടെ മൈൻഡിൽ നടക്കുന്നത്. നമ്മളോട് എന്താണോ രണ്ടാമത് പറയുന്നത് അതിനോടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഈ നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞിട്ട് പിന്നീട് പോസിറ്റീവ് തോട്ട്സ് പറയുന്നതായിരിക്കും നല്ലതുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് വിളിക്കുക. ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബിസിനസ് ആൾക്കാരും ഉപയോഗിക്കുന്നത് കേട്ടോ. ആദ്യം ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പോസിറ്റീവ് എടുത്തു പറയും. അപ്പം അതൊരു കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ കാരണമാകും. നെക്സ്റ്റ് പോയിന്റ് ആണ് കോൺട്രാസ്റ്റ് എഫക്റ്റ്. നമ്മൾ പറയാറുണ്ട്, ഓ 1000 രൂപയുടെ ഷർട്ട് എനിക്ക് 500 രൂപന് കിട്ടിയെന്ന്. ശരിക്കും ആ ഷർട്ടിന് ഒരു 500 ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അയാൾ അത് കൂട്ടി പറയും ആദ്യം. പിന്നീട് ചോദിക്കുമ്പോൾ ആ 1000 ഒരു 800 ആവും. ആ 800 പിന്നീട് 500 ആവും. ഇതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എഫക്റ്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് തീരെ ഒരു മോഡൽ ഇല്ലാത്ത ഒരാൾ, ഒരു ആവറേജ് മാൻ, കുറച്ചൊക്കെ ഡ്രസ്സ് സെൻസ് ഉള്ള ഒരാളുടെ കൂടെ കൊണ്ടുവച്ചാൽ അയാളെ വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നൂല. എന്നാൽ ആ ആവറേജ് ആളെ ഒരു മോഡലിന്റെ കൂടെ കൊണ്ടു നിർത്തിയാൽ നമുക്ക് ആ മോഡലിന്റെ അത്രയും അട്രാക്റ്റീവ് ആയി തോന്നൂല. ഇതിനെ തന്നെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എഫക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് ആണ് കൺഫർമേഷൻ ബയാസ്. നമ്മൾ വിചാരിക്കുന്നതാണ് ശരി എന്നുള്ള ഉറച്ച വിശ്വാസം. ഇപ്പം ഒരാൾ വെജിറ്റേറിയൻ കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് അയാളുടെ ഒരു കൺസെപ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ അയാൾ കാണുന്ന വീഡിയോകളും അല്ലെങ്കിൽ അയാൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം വെജിറ്റേറിയനെ കുറിച്ചായിരിക്കും. ഈ ഒരു തന്ത്രമാണ് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് ഇഷ്ടമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പഠിക്കാനും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവർ കുറ്റം പറയുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ്, നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. നെക്സ്റ്റ് വൺ ആണ് ഫ്രീക്വൻസി ബയാസ്. നമ്മളിപ്പോൾ പുതുതായിട്ടൊരു വേർഡ് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ടൊരു കാറ് വാങ്ങി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നതെല്ലാം ചിലപ്പോൾ ആ ഒരു വേർഡായിരിക്കും, ആ ഒരു സ്പെസിഫിക് വേർഡായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന എല്ലാ വണ്ടികളും മേ ബി അതായിരിക്കാം. അതിനെയാണ് ഫ്രീക്വൻസി ബയാസ്. നമ്മളുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ അതിനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് അതിനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അതിനെ ഫ്രീക്വൻസി ആയിട്ട് ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ ഫ്രീക്വൻസി ബയാസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് സീഗർനാക് എഫക്റ്റ്. ഒരു ഹോട്ടലിലുള്ള വെയിറ്ററിനോട് നെക്സ്റ്റ് ഓർഡർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. പക്ഷെ ലാസ്റ്റ് ടേബിളിൽ അയാൾ എന്ത് ഓർഡറാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് അയാൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ മാത്രം ഓർഡർ ചെയ്ത് മനസ്സിൽ വെക്കുക. അതും ഒരു മൈൻഡ് ട്രാപ്പാണ്. നെക്സ്റ്റ് വൺ ആണ് പാരഡോക്സ് ഓഫ് ചോയ്സസ്. ഒരു കടയിൽ ഒരു 21 നെയിൽ പോളിഷിന്റെ ഷെയ്ഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതിൽ ഏത് ഷെയ്ഡ് വേണമെന്ന് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അവർ വാങ്ങി പോയതിന് ശേഷം അവർക്ക് തോന്നി അവർ സെലക്ട് ചെയ്യാതെ വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന്. വേറൊരു സ്ഥലത്ത് ഒരു 5 ഷെയ്ഡ് വെച്ചു. അതിൽ കുറെ ആൾക്കാർ വന്ന് നോക്കി. അതിൽ അവർക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു തോന്നലും വന്നില്ല, ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ.
നമുക്ക് കൂടുതലായിട്ട് ചോയ്സസ് കൂടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കൺഫ്യൂഷൻസ് വരും. ഇതിനെയാണ് പാരഡോക്സ് ഓഫ് ചോയ്സസ് എന്ന് പറയാം. ഇതുകൊണ്ടാണ് മില്യനേഴ്സ് ആയിട്ടും സ്റ്റീവ് ജോബ്സും മാർക്ക് സക്കർബർഗ് ഒക്കെ ഒരേ നിറത്തിലുള്ള ഷർട്ട് ധരിക്കുന്നത്. കാരണം അവർ അവരുടെ ജീവിതത്തിൽ ആ ഒരു ഷർട്ട് തിരയുന്ന പല കളർ തിരയുന്ന ആ ഒരു സമയം അവർ വേറെ പലതിനാണ് ചിലവഴിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് സർവൈവർഷിപ്പ് ബയാസ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടൽ സെറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചുറ്റുവട്ടത്തുള്ള എത്രത്തോളം സക്സസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ട് എന്നുള്ള കണക്കെടുക്കും. പക്ഷേ ആ ഒരു സ്ഥലത്ത് ഹോട്ടൽ തുടങ്ങാൻ ഉദ്ദേശിച്ച് അത് ഫെയിലായി പോയവരുടെ ഒരു റേറ്റ് നമ്മൾ നോക്കാറില്ല. ഇതിനെയാണ് നമ്മൾ സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തും ചെയ്യുമ്പോഴും അതിൻ്റെ വിജയകരമായ ഒരു സൈഡ് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ അവിടെ ഫെയിലിയറും നമുക്ക് വേണം. ഫെയിലിയറിൻ്റെ ഒരു സൈഡ് നമ്മൾ നോക്കില്ല. ഇതും കൈൻഡ് ഓഫ് ഒരു മൈൻഡ് ട്രാപ്പ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സെൽഫ് സെർവിങ് ബയാസ്. നിങ്ങൾ ജയിക്കുമ്പം അത് നിങ്ങളുടെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നം കൊണ്ടാണെന്ന് നിങ്ങൾ പറയും. പക്ഷെ മറ്റൊരാൾക്കാണ് അത് വിജയമെങ്കിൽ നിങ്ങൾ പറയും, ഓ അവൻ്റെ ലക്കാണ്, അവൻ ലക്കി ആയതുകൊണ്ടാണ് അവന് ആ ഒരു കഴിവ് കിട്ടിയേ എന്ന് പറയും. നമുക്കൊരു ഭാഗ്യം വരുമ്പോൾ അത് നമ്മളുടെ കഴിവാണെന്നും എന്നാൽ ബാക്കിയുള്ളവന് അതൊരു വിജയമാകുമ്പോൾ അതിനെ ഒരു കഴിവാക്കി കാണുകയും ചെയ്യുന്നതിനെയാണ് സെൽഫ് സെർവിങ് ബയാസ് എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹിൻസൈഡ് ബയാസ്. ഒരു ക്രിക്കറ്റിൽ നിങ്ങളുടെ ഒരു ഇന്ത്യയുടെ ടീം അങ്ങാണ്ട് തോറ്റുപോയാൽ നിങ്ങൾ പറയും, ഓ ബോളിങ് പോരായിരുന്നു, ഫീൽഡിങ് പോരായിരുന്നു, അല്ലെങ്കിൽ ബാറ്റ് ചെയ്തത് പോരാ എന്നൊക്കെ പറയും. ഇതെനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇവർ ജയിക്കില്ല എന്നുള്ളൊരു കാര്യം. മുൻകൂട്ടി ആദ്യമേ അതിനൊരു ഒഴിവുകേട് നമ്മൾ പറയാണ്. ഇതിനെയാണ് ഹിൻസൈഡ് ബയാസ് എന്ന് പറയാം. ഒരു ഡോക്ടർ രോഗി മരിച്ചതിന് ശേഷം ഇതായിരുന്നു അസുഖം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് നടന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ ആയിരുന്നു, ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യമില്ല. ഇതും കൈൻഡ് ഓഫ് മൈൻഡ് ട്രാപ്പ് ആണ്. ലാസ്റ്റ് പോയിന്റ് ആണ് അവൈലബിലിറ്റി ബയാസ്. ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് ഒരു ടെററിസ്റ്റ് അറ്റാക്കിലൂടെയാണോ അല്ലെങ്കിൽ ഒരു കാർ ആക്സിഡന്റിലൂടെ മരിക്കാനാണോ ഇഷ്ടം? പൊതുവെ എല്ലാവരും പറയല ഒരു കാർ ആക്സിഡന്റ് ആയിരിക്കും. കാരണം ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ ഈ ന്യൂസിലൊക്കെ ഒരുപാട് കേട്ടതുകൊണ്ട് നമ്മളെ മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഭയം, ഒരു പേടി, അതിനെക്കുറിച്ച് ഒരു ഭീതി നമ്മളുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ഓൾറെഡി അതിനൊരു ജനറലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ശരിക്കും ഒരു കാർ ആക്സിഡന്റ് ആയിരിക്കാം കുറച്ചും കൂടി സീവിയർ ആയിട്ടുണ്ടാവുക. പക്ഷെ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി നമ്മൾ ട്രാപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിനെ നമ്മൾക്ക് പേടിയായിരിക്കും, ഒരു ഭീതിയായിരിക്കും. അതിനെയാണ് അവൈലബിലിറ്റി ബയാസ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി മൈൻഡിൽ സേവ് ചെയ്ത് വെച്ച കാര്യം നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഡോണ്ട് ജനറലൈസ് തിങ്സ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് മൈൻഡ് ട്രാപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.